ബാലനെ കാണാനെത്തുന്ന ശ്രീകല അവിടുത്തെ വിശേഷങ്ങൾ തിരക്കുന്ന കൂട്ടത്തിൽ ദേവിയുടെയും ആനന്ദിൻ്റെയും ഹണിമൂൺ യാത്രയെക്കുറിച്ച് ചോദിക്കുന്നുണ്ട്. അതിന് ദേവിയാണെങ്കിൽ ഒന്നും അറിയാത്ത മട്ടിൽ ഇനിയും ഒന്നും തീരുമാനിച്ചിട്ടില്ലമ്മേ എന്ന് മറുപടി പറയുകയാണ്. അപ്പോൾ തന്നെ ശ്രീകല പറയുവാണ്, ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറേ വിദേശ രാജ്യത്തൊക്കെ പോയതാ. കല്യാണം കഴിഞ്ഞ് ആദ്യ മാസങ്ങളിലല്ലേ പുതുമോടികൾ യാത്ര പോകേണ്ടത്, അല്ലാതെ കാലം കുറേ കഴിഞ്ഞ് പോയിട്ട് എന്താ കാര്യം? ഇനി കാശിൻ്റെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞ് ടിക്കറ്റ് ബുക്ക് ചെയ്യാം. ഇവർ രണ്ടുപേരും സന്തോഷത്തോടു കൂടി യാത്ര പോയിട്ട് വരട്ടെ എന്ന്. എന്നാൽ ഇത് കേൾക്കുന്ന ഗോമതിയായിട്ട് ദേവിയും ആനന്ദും ഈ വീട്ടിലെ കുട്ടികളാണ്, അവരുടെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ തന്നെ നോക്കിക്കോളാം എന്ന് പറയുവാണ്. അങ്ങനെ അവരുടെ ഹണിമൂൺ യാത്രയ്ക്ക് സംബന്ധിച്ച് ബാലനും തീരുമാനം പറയുന്നു. ഇത് കേട്ടിട്ട് ദേവിക്കും ശ്രീകലയ്ക്കുമാണെങ്കിൽ വളരെയധികം സന്തോഷം തോന്നുന്നുണ്ട്. ആനന്ദിന് കുറച്ച് ദിവസത്തേക്കാണെങ്കിലും ശ്രീദേവിക്ക് മാത്രമായിട്ട് കിട്ടുന്ന സന്തോഷത്തിലാണ് ദേവി. എന്നാൽ ശ്രീകല പോയതിനു ശേഷം ഗോമതി ബാലനോട് വഴക്കിടുവാണ്. തൻ്റെ 3 ആൺമക്കളെയും ഒരുപോലെ കാണണമെന്നും മറ്റു 2 മക്കളെയും മാറ്റി നിർത്തിയിട്ട് ആനന്ദിനെ മാത്രം ഹണിമൂണിന് പറഞ്ഞയക്കുന്നത് ശരിയല്ലെന്നും ഗോമതി പറയുന്നു. ഇതൊക്കെ കേട്ടിട്ട് ബാലനും വല്ലാതെ കുറ്റബോധം തോന്നുന്നുണ്ട്. അങ്ങനെ അടുത്ത ദിവസം രാവിലെ എല്ലാവരും ഭക്ഷണം കഴിക്കുമ്പോൾ ബാലൻ ആ സന്തോഷ വാർത്ത പറയുന്നു. ആനന്ദിനും ദേവിക്കുമൊപ്പം ആര്യനും ആകാശം കൂടി യാത്ര പോകട്ടെ. എല്ലാവരും കൂടി തീരുമാനിച്ചിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം പറഞ്ഞാൽ മതി. അവിടേക്കുള്ള യാത്രാ ചെലവും താമസ ചെലവും എല്ലാം ബാലൻ തന്നെ നോക്കിക്കൊള്ളാമെന്ന് പറയുവാണ്. ഇത് കേട്ടിട്ട് എല്ലാവരും ആദ്യം ഒന്ന് ഷോക്കാവുന്നുണ്ടെങ്കിൽ പിന്നീട് എല്ലാവർക്കും വളരെയധികം സന്തോഷം തോന്നുന്നുണ്ട്. എന്നാൽ ശ്രീദേവിക്കാണെങ്കിൽ ഈ തീരുമാനത്തോട് യോജിക്കാൻ കഴിയുന്നില്ല. എങ്കിലും ഉള്ളിലെ എല്ലാ നീരസവും ഒതുക്കിയിട്ട് ശ്രീദേവി തന്നെ പെട്ടെന്ന് ഒരു സ്ഥലത്തിൻ്റെ പേര് പറയുവാണ്. എന്നാൽ ബാലൻ ആ സ്ഥലത്തേക്ക് പോകാൻ തന്നെ എല്ലാവർക്കും താല്പര്യമുണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്ത് ശ്രീദേവിയാണെങ്കിൽ മീനാക്ഷിയോടും മിത്രയോടും തനിക്ക് ഈ സ്ഥലം ഏറെ ഇഷ്ടമാണെന്നും ഈ സ്ഥലത്ത് പോകാനാണ് താൻ ആദ്യമേ തീരുമാനിച്ചതെന്നും അതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും എതിർപ്പുണ്ടോയെന്നും ചോദിക്കുമ്പോൾ മീനാക്ഷിയും മിത്രയും ആവട്ടെ, ഇല്ല ഞങ്ങൾക്ക് എതിർപ്പൊന്നുമില്ല, ഏട്ടത്തി പറയുന്ന സ്ഥലത്തേക്ക് തന്നെ നമുക്ക് യാത്ര പോകാമെന്ന് പറയണം. അങ്ങനെ എല്ലാവരും കൂടി ഒരുമിച്ച് യാത്ര പോകുന്ന സന്തോഷത്തിലാണ് ദേവമംഗലം.